ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചിരിക്കുകയാണ്. ദീർഘനാളായി അവർ അസുഖബാധിതയായിരുന്നു, ചികിത്സയിലായിരുന്നു. 1991 മുതൽ 96 വരെയും അതിനുശേഷം 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ബീഗം ഖാലിദ സിയ. 1991 അധികാരത്തിലെത്തുമ്പോൾ തന്നെ രാഷ്ട്ര ചരിത്രത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ സ്ത്രീയായിരുന്നു സിയ. ഒപ്പം തന്നെ 88-90 ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഈ ബഹുമതി നേടുന്ന രണ്ടാമത്തെ വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ സ്ത്രീ കൂടിയാണ് ഖാലിദ സിയ. തൻ്റെ ഭർത്താവായിരുന്നു പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ. അദ്ദേഹം ഈ 1970കളുടെ അവസാനം സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് BNP എന്ന കക്ഷിയുടെ നേതാവ് കൂടിയാണ് അവർ. എന്തായാലും ദീർഘനാളായി അസുഖബാധിതയെ ചികിത്സയിലായിരുന്നു. പല ബുദ്ധിമുട്ടുകളും, ശാരീരിക ബുദ്ധിമുട്ടുകളും അവർ നേരിടുകയായിരുന്നു. എന്തായാലും അല്പസമയം മുൻപാണ് ഇപ്പോൾ അവരുടെ മരണവാർത്ത, അല്ലെങ്കിൽ അന്തരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യമേറെ ആദരവോടെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പോലും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ്. പല ഘട്ടങ്ങളിലും ബീഗം ഖാലിദ സിയ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ രാജ്യം പ്രതിസന്ധിയിലാകുന്ന പല ഘട്ടങ്ങളിലും രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലും അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ബീഗം ഖാലിദ സിയ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു പഴയ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 1982 പട്ടാള അട്ടിമറിയിലൂടെ സൈനിക ജനറൽ ഈ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 90 ഇർഷാദിൻ്റെ ഭരണകൂടം നിലം പതിക്കുന്നത് വരെ ഖാലിദ ഈ ജനാധിപത്യത്തിനായുള്ള മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ബംഗ്ലാദേശിൽ ജനാധിപത്യ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ബീഗം ഖാലിദ നടത്തിയ ശ്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 96 കുറച്ചു കാലം മാത്രമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഭരണകൂടത്തിലും ബീഗം ഖാലിദ പ്രധാനമന്ത്രിയായിരിക്കുകയും ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അതൊക്കെ തന്നെ ബീഗം ഖാലിദ സിയ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. 1996 രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിന് ശേഷം അവാമി ലീഗ് അധികാരത്തിൽ വരികയാണ്. അതിനുശേഷം 2001 വീണ്ടും ഖാലിദ സിയയുടെ പാർട്ടി അധികാരത്തിലെത്തി. അങ്ങനെയാണ് അവർ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ 91-ലും 96-ലും അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2001 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബംഗ്ലാദേശിൽ 5 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഖാലിദ സിയ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് ബീഗം ഖാലിദ സിയ എന്നുള്ളത്. ഫോബ്സ് മാസിക ലോകത്തെ ഏറ്റവും കരുത്തരായ അല്ലെങ്കിൽ ശക്തരായ സ്ത്രീകളുടെ പട്ടികയെ പുറത്തുവിട്ടപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അവർക്കുണ്ടായിരുന്നു. 2004 ഫോബ്സിൻ്റെ മാഗസിൻ അവരുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ 14-ാം സ്ഥാനത്തായിരുന്നു. അതിനുശേഷം 2005 29-ാം സ്ഥാനത്തും 2006 33-ാം സ്ഥാനത്തുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി തന്നെ ഇത്രയും തവണ ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബീഗം ഖാലിദ സിയയുടെ ആ ഒരു കഴിവും ഒക്കെ. എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി മുൻപുണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു വ്യക്തി ബീഗം ഖാലിദ സിയ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസുഖബാധിതയായി കുറേ ദിവസങ്ങളായി അവർ ചികിത്സയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു വിയോഗ വാർത്ത പുറത്തു വരികയാണ്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഖാലിദ സിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ 17 വർഷത്തെ വിദേശവാസത്തിന് ശേഷം രാജ്യത്തേക്ക് തിരിച്ചെത്തിയ വാർത്ത 2 ദിവസം മുൻപ് പുറത്തു വന്നതാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ട ശേഷം രാജ്യത്തുണ്ടായ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങളുടെയും നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ താരിഖ് റഹ്മാൻ്റെ തിരിച്ചുവരവ് രാജ്യത്ത് ഏറെ നിർണായകവുമാണ്. ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്.